ഹലോ എവരി വൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് നമ്പർ ഓർ ട്രാൻസ്ഫറൻസ് നമ്പറിൻ്റെ മെഷർമെൻറ്റിനുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ്. അതിൽ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് ഹിട്രോപ്സ് മെത്തേഡും രണ്ടാമത് യൂസ് ചെയ്തത് മൂവിങ് ബൗണ്ടറി മെത്തേഡും. അപ്പോൾ അതിൽ നിങ്ങൾ ആ ഫിഗർ കണ്ടോ? ഈ ഫിഗർ വരയ്ക്കണം. ഇതിലവർ ഫസ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ആദ്യം കണ്ടോ ഒരു സ്വിച്ച് ഉണ്ട്, സ്വിച്ച് കഴിഞ്ഞ് ബാറ്ററി ഉണ്ട്, ബാറ്ററി കഴിഞ്ഞ് റിയോസ്റ്റാറ്റ് ഉണ്ട്, റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ആനോഡിലാണ്. ആനോഡിൽ നിന്ന് പിന്നെ CdCl2 കാഡ്മിയം ക്ലോറൈഡ്, പിന്നെ ഒരു ബൗണ്ടറി ഉണ്ട് A B B', അതിൻ്റെ ഇടയിൽ HCl, പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാഥോഡ്, അവിടെ ഒരു പ്ലാറ്റിനം വയറുണ്ട്. ഇറ്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇനി ആ HCl H+ൻ്റെ ട്രാൻസ്പോർട്ട് നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഇലക്ട്രോലൈറ്റും ഇൻഡിക്കേറ്റർ ഇലക്ട്രോലൈറ്റും. പ്രിൻസിപ്പൽ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന HCl ആണ്. പ്രിൻസിപ്പൽ ഇലക്ട്രോലൈറ്റ് ആരാണ് ആവുന്നത്? ആരുടെയാണോ ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കേണ്ടത് അവരാണ് പ്രിൻസിപ്പൽ ഇലക്ട്രോലൈറ്റായി മാറുന്നത്. ഇൻഡിക്കേറ്റർ ഇലക്ട്രോലൈറ്റ് ആരാണ്? ഇൻഡിക്കേറ്റർ ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ രണ്ട് കണ്ടീഷൻസ് അവർ പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞാൽ, സ്പീഡ് ഓഫ് ഇൻഡിക്കേറ്റർ ഇലക്ട്രോലൈറ്റ് ഷുഡ് ബി ലെസ് ദാൻ H+. അതുപോലെ തന്നെ ദേ ബോത്ത് ഷുഡ് ഹാവ് കോമൺ അയൺസ്. ഇവിടുത്തെ കോമൺ അയൺ ആരാണ്? ക്ലോറിനാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത്, നമ്മൾ ആ രണ്ട് ഇക്വേഷനും പഠിക്കണം. നമുക്കറിയാം നോർമലി ആനോഡിൽ എന്താണ് നടക്കുന്നത്? റിഡക്ഷൻ. ആനോഡിൽ എന്ന് പറയുമ്പോൾ റെഡ്യൂസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ് അല്ലേ? ആനോഡിൽ മിക്കവാറും മിക്കവാറും ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ഓർക്കണ്ട. ഇതിലെപ്പോഴും പ്രോഡക്റ്റിൽ എപ്പോഴും ന്യൂട്രൽ മോളിക്യൂൾ വേണമെന്ന് വിചാരിച്ചാൽ മതി. ആനോഡായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കാഡ്മിയമാണ്. അപ്പം Cd2++2 ഇലക്ട്രോൺ CdO. ഇവിടെ നമ്മുടെ കാഥോഡിൽ വരുന്നിരിക്കുന്നത് H+ ആണ്. അപ്പോൾ 2H++2 ഇലക്ട്രോൺ H20. അപ്പോൾ ഇതിൽ ഇവരെന്ത് സംഭവിക്കുമെന്ന് അറിയാവോടാ? ഇവിടെ ഉണ്ടല്ലോ H+ H2 ആയി മാറിയിരിക്കുകയല്ലേ, അത് ഗ്യാസായി മാറിയതുകൊണ്ട് അത് പൊങ്ങും, അത് മുകളിലോട്ട് പോകും. ഈ H+ൻ്റെ സ്ഥലം CD എന്ത് ചെയ്യും? H+ൻ്റെ സ്ഥലത്ത് CD കയറിയിരിക്കും. അത് കാരണം അവിടെയുള്ള ആ ബൗണ്ടറി കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. B കുറച്ചുകൂടെ പൊങ്ങിപ്പോവും. ആ ഒരു A B B'-ന് ഡിസ്റ്റൻസ് നമ്മൾ L ആയിട്ട് എടുക്കും. അവിടുത്തെ ഏരിയ A ആയിട്ട് എടുക്കുകയാണെങ്കിൽ വോളിയം നമുക്ക് L/A എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിൻ്റെ 1 gram per concentration of the acid be C gram equivalent per liter ആണ്. പിന്നെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് H+ ക്യാരിഡ് ത്രൂ ദ കാഥോഡ് LAC/1000 ആണെങ്കിൽ ഈച്ച് ഗ്രാം ഇക്വലൻ്റ് ക്യാരീസ് 1 farad ഓഫ് ഇലക്ട്രിസിറ്റി. ദറ്റ് ഈസ് LAC/1000 × Q എന്ന് വരും. LAC/1000 × Q. അവിടെ LAനെ നമുക്ക് B ആയിട്ട് എടുക്കാം. അപ്പോൾ VC/1000 × Q. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്? നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് H+ അയൺ ക്യാരിഡ് carry towards the cathode. ഗ്രാം ഇക്വലൻ്റ് ഓഫ് H+ അയൺ ക്യാരി ടുവേർഡ്സ് ദ കാഥോഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, കോൺസെൻട്രേഷൻ ഓഫ് ദ ആസിഡ് ബി C gram equivalent per liter. അതൊന്നും കാണാതെ പഠിച്ചാൽ മതി. കോൺസെൻട്രേഷൻ ഓഫ് ദ ആസിഡ് ബി C gram equivalent per liter. അതിൻ്റെ ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കാനായിട്ട്, നമ്മുടെ H+നെ ക്യാരി ചെയ്ത അതിൻ്റെ നമ്പർ കണ്ടുപിടിക്കാനായിട്ട്